अभीष्टवरदायकं सर्वविघ्नविनाशकं श्रीमहागणपते तव सुप्रभातम्। श्रीवेङ्कटनिवासाय श्री लक्ष्मी चक्षुषे चक्षुषे सर्वलोकानां वेङ्कटेश मङ्गलानां निवासाय श्रीनिवासाय मङ्गलम्। ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു രേണുക കറി വേൾഡ്. ഞാൻ രേണു. ഇന്ന് ഹൃദയം ഉണ്ടാക്കുന്ന കേട്ടോ. അതിൽ മാവ് എടുത്ത് നമ്മൾ സാധാരണ ദോശ പോലെ പരത്തി അതിൽ കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, ഇതൊക്കെ ഇട്ട് കുറച്ച് നല്ലെണ്ണയാണ്, അത് എള്ളെണ്ണ നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് ഞാൻ നല്ലെണ്ണ അതെല്ലാം ഒഴിച്ച് ഒന്ന് തിരിച്ചിടുക. അപ്പോൾ നമ്മുടെ ഊറ്റപ്പം റെഡി. എന്നും ഇഡ്ഡലിയും ദോശയൊക്കെയല്ലേ, അപ്പോൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റി വേണ്ടേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഫുഡ് കേട്ടോ. പിന്നെ അലക്കാനൊക്കെ റെഡിയാക്കി വെച്ചു. കുറച്ച് രാവിലെ തന്നെ നേരത്തെ അലക്കാൻ വെച്ചു. ഇതൊരു സൺഡേ വ്ളോഗാണേ. അപ്പോൾ രാവിലെ എല്ലാം അലക്കലും ഇതൊക്കെ ആയിട്ട് സൺഡേ അതും പറഞ്ഞിട്ട് ഇന്ന് ഇത്തിരി നേരം വൈകിട്ട് എണീക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് എഴുന്നേൽക്കുന്ന ആ സമയമായപ്പോൾ എന്നെ വേഗം എഴുന്നേൽപ്പിച്ചു എന്ന് പറയാലോ. അങ്ങനെ ഞാൻ വേഗം എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് അലക്കാനൊക്കെ ഇട്ടു. പിന്നെ കൂട്ടുകറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കടലയും പച്ചക്കായും കൂടിയിട്ട് കൂട്ടുകറി വയ്ക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. പിന്നെ ഞാൻ രസമാണ് വെക്കുന്നത്. അതിലേക്ക് ജീരകവും വെളുത്തുള്ളിയും കുരുമുളക് ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയത് വരുമ്പോൾ നമുക്കതിലേക്ക് മിക്സിയിൽ ഒതുക്കി വെച്ച സാധനങ്ങളൊക്കെ എടുത്തിടാം. അപ്പോൾ കടുക് പൊട്ടി, അപ്പോൾ അതിൽ കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടു. പിന്നെ നമ്മൾ മിക്സിയിൽ ഒതുക്കിയിട്ടുള്ള അതില്ലേ ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും അതും കൂടിയിട്ട് നല്ലോണം ഇട്ട് വാറ്റുക. അതിന് ശേഷം കറിവേപ്പിലയും അതെല്ലാം കൂടിയിട്ടിട്ട് നല്ലോണം വാട്ടിയതിന് ശേഷം അതിലേക്ക് തക്കാളി പുളിയും കൂടിയിട്ട് ഞാൻ നല്ലോണം മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഇപ്പോഴത്തെ തക്കാളിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞാലും പോരാ, അതിനെ മിക്സിയിലിട്ടൊന്ന് ഒതുക്കും വേണം. പണ്ടൊക്കെ നല്ല നാടൻ തക്കാളി ആകുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല, അതിലെണ്ണിട്ടിട്ട് തിളപ്പിച്ച് വേവിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് പുളിക്ക് ആവശ്യത്തിന് വെള്ളവും നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പുളിയും എല്ലാം ഒഴിച്ച്, പിന്നെ അതിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആക്കിയിട്ട് കുറച്ച് സാമ്പാർ പൊടിയും ഇട്ടിട്ടുണ്ട്. കായ ആണെങ്കിൽ നിങ്ങൾക്ക് കായ മാത്രം ഇടാം. ഞാനിതിൽ ലേശം സാമ്പാർ പൊടി ഇട്ടു, കുറച്ച് മല്ലിയിലയും ഇട്ടു. ഒന്ന് തള വരാറാകുമ്പോൾ മല്ലിയിലയും ഇട്ടു. നമ്മൾ അടിപൊളി രസമായിരുന്നു കേട്ടോ. വെള്ളം പോലെ ഒന്നല്ല, നല്ല കുറുന്നനെയുള്ള നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ രസം ഇതുപോലെ ഒന്ന് തള വന്നാൽ ഓഫാക്കുക. പിന്നെ കടലയും കായും കൂടിയിട്ടാണ് ഞാൻ കൂട്ടുകറിക്ക് വേവിച്ച് വെച്ചിട്ടുള്ളത്. വെന്ത് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നാളികേരം ജീരകവും വെളുത്തുള്ളിയും കൂട്ടി ഒതുക്കിയത് അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു. പിന്നെ ചട്ടിയിൽ ഞാൻ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് വറുത്തിട്ട് അതിൽ കുറച്ച് നാളികേരം കൂടിയിട്ട് നല്ലോണം ഇട്ടൊന്ന് മൊരിച്ചെടുക്കുക. എന്നിട്ട് അതിൽ ഒഴിച്ചെടുക്കുക. ഇപ്പോൾ പുതിയ ചട്ടി 2-3 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിൽ തന്നെയാണ് പാചകം. എനിക്ക് ചട്ടിയിൽ പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ചട്ടിയെല്ലാം നല്ലോണം മയങ്ങി കിട്ടി കേട്ടോ. വേഗം ഞാൻ കഞ്ഞിയുടെ വെള്ളത്തിലാണെന്ന് മയക്കിയെടുത്ത്, അതുകൊണ്ട് വേഗമായി. അപ്പോൾ എനിക്ക് ചട്ടിയിൽ വയ്ക്കാൻ ഇഷ്ടമായതുകൊണ്ട് കൂട്ടുകറി ഞാൻ ചട്ടിയിൽ വെച്ചു, രസവും ഞാൻ ചട്ടിയിൽ വെച്ചു. അന്ന് ഞാൻ സാമ്പാറും ചട്ടിയിലാണ് വെച്ച, വേറൊരു ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടു. ഞാൻ 2 കറിവേപ്പില തണ്ട് പിന്നെയും ഇട്ടു. പിന്നെ ഒരു ചമ്മന്തിയും ആക്കി. നാളികേരും നല്ല കാന്താരി മുളക് വാങ്ങിയതാണേ. നല്ല കാന്താരി മുളകും വെളുത്തുള്ളിയും ഉള്ളിയും പുളിയും
ഉപ്പും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു ചമ്മന്തി അരച്ച് വെച്ചു. ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോകാം. വീടൊക്കെ മൊത്തത്തിലൊന്ന് ഒരു മാറാലയൊക്കെ തട്ടിയിട്ടാ, അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. മാറാലയൊക്കെ തട്ടി നല്ല ഫുള്ളും പൊടിയും മണ്ണും എല്ലാ സാധനങ്ങളിലത്തൊക്കെ തട്ടിക്കളഞ്ഞ് അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തുടച്ചു. സാധാരണ ഞാൻ ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ഇരുന്നിട്ട് തുടയ്ക്കും. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും കോലുകൊണ്ട് തന്നെയാണ് തുടയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ തുടയ്ക്കുന്ന ആ ക്ലീനറൊക്കെ എടുത്തിട്ട് മൈ ലൈഫിൻ്റെയാണ്. അപ്പോൾ ആ ക്ലീനറൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഒരു ലേശം ബേക്കിംഗ് സോഡയും ഇടും ഞാൻ. പിന്നെ നമ്മുടെ കംഫോർട്ടില്ലേ, കംഫോർട്ടല്ല, കംഫോർട്ടില്ലേ, ആ കംഫോർട്ട് ലേശം ഒഴിക്കും മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒഴിച്ച് എൻ്റെ കുഞ്ചി അവിടെ ഇരുന്നിട്ട് ഞാൻ പണിയെടുക്കണതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുക്കി വാരലൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇതാക്കി നല്ല വൃത്തിയായിട്ട്, ഇത് റൂമാണ്, റൂമിൽ ഒക്കെ തുടച്ചൊക്കെ വെച്ച് എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ എല്ലായിടത്തും തുടച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതുപോലെ ആഴ്ചക്ക് ഒരു ദിവസം നമ്മൾ ലീവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയല്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ചിട്ടയായും വൃത്തിയായും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യത്തിൽ നമുക്കൊരു ഒരു സന്തോഷം സമാധാനവും ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ വൃത്തിയാക്കിയൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞു. നല്ല വൃത്തിയായി എല്ലാം. ഇതെൻ്റെ ഞങ്ങളുടെ റൂമാണ്. അപ്പോൾ വലിയ റൂമാണ്, ഇത് കോട്ടേഴ്സാണ്, ഓട് വീടാണ്. നല്ല നീറ്റൊക്കെ ആക്കി വെച്ചു. ഇനി ഇത് എൻ്റെ ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റുകളാണ്. അധികം ക്രാഫ്റ്റൊന്നുമില്ല. ഇത് ഒരു കുട്ടിയുടെ അടുത്ത് ഉണ്ടാക്കണതിന് വാങ്ങിയതാണ്. പിന്നെ അലമാരയും ഇതൊക്കെ ഇവിടെ വലിയ റൂമാണ്. 3 അലമാര ഉണ്ട് കേട്ടോ ഈ റൂമിൽ. 2 കട്ടിലും പിന്നെ ഒരു സ്റ്റഡി ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയ റൂമാണ്, ഏകദേശം ഒരു വലിയ റൂമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് എഡിറ്റിംഗ് പരിപാടി ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ എഡിറ്റിംഗ്. ഞാൻ ഈ സ്റ്റൂളും ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എഡിറ്റിംഗ് ചെയ്യും. അങ്ങനെ റൂമിലത്തെ കഴിഞ്ഞു. ഇതിപ്പോൾ സാമീര അവിടെയൊക്കെ. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടു, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കായിരുന്നു മോൻ കിടക്കുന്നുണ്ടായിരുന്ന കട്ടിൽ ഇവിടെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ നീക്കി വെച്ചു. ഇത് ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് വർക്കാണ്. ഇതൊരു പേപ്പർ ക്രാഫ്റ്റ്, നമുക്ക് വേസ്റ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബൊമ്മകളൊക്കെയാണ് ഇതെല്ലാം. പിന്നെ ഇതും കുപ്പിൻ്റെതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോസുകൾ ഞാനിത് ഈ ഫോട്ടോ ഫ്രെയിമെല്ലാം ഞാൻ ആക്കിയത് തന്നെയാണ്. ഈ 2 ഫോട്ടോതിൻ്റെ അല്ല, മറ്റേ ചെറുത്തതിൻ്റെയൊക്കെ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതൊരു ഒരു സോഫയും പിന്നെ ഒരു ചെറിയൊരു മേശക്ക് വലിപ്പമെല്ലാമായിട്ട് പിന്നെ ഒരു സ്റ്റാൻഡ്, അതൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുള്ളതാണ്. കണ്ടില്ലേ, നല്ല മേശ, നമ്മൾ സാധാരണ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന മേശയും തട്ടുള്ള ഒരു സ്റ്റാൻഡ്, 2 ഫ്ലവർ വേസ്, അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു ക്രാഫ്റ്റ് വർക്കും ഇതൊക്കെ ഞാൻ അത്യാവശ്യം ഉണ്ടാക്കാറുണ്ട്. ഇനിയും ക്രാഫ്റ്റ് വേറെ ഉണ്ടാക്കിയതുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂമൊക്കെ നല്ല ക്ലീനാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഇന്ന് ഏകദേശം ആയിട്ടുണ്ട്. ദിവാങ്കോട്ടെല്ലാം പൊടി തട്ടലും അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞു. പിന്നെ അടുക്കളൊന്നും ഞാൻ കാണിക്കില്ല കേട്ടോ. അങ്ങനെ ഒന്നും നമ്മുടെ ചോറും കറിയില്ലതാ, കൂട്ടുകറി, ഒരു ചമ്മന്തി, പപ്പടം, മുട്ട വറുത്ത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്